ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരവുമായി പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ അമ്മനായിയെ കണ്ടത്. അപ്പോൾ ഇവളിങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട് അവിടെ. ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയിട്ട് വണ്ടി തട്ടിയിട്ട്. അപ്പോൾ ഇവൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉണർത്താനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മരിച്ചിട്ടില്ല എന്നാണ് അവളുടെ ധാരണ. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവളെ അങ്ങനെ ദൂരേക്ക് മാറ്റി നിർത്തിയത്. അതിനുശേഷം ഞാൻ ഈ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോരാൻ എനിക്ക് തോന്നിയില്ല. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു മൺവെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് കടയുടെ അവിടെ കുറച്ച് സ്ഥലം കണ്ടു ഞാൻ. അപ്പോൾ അവിടെ ഞാൻ ഈ കുഞ്ഞിനെ മറവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവളെ മാറ്റി നിർത്തി ഞാൻ കൊടുത്ത ആഹാരം അവൾ കുറച്ച് കഴിച്ചത്. അത്രയ്ക്കും നൊമ്പരം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ. കുഞ്ഞ് മരിച്ചെന്ന് വിശ്വസിക്കാനായിട്ട് അവളിപ്പോഴും തയ്യാറായിട്ടില്ല. ഇടയ്ക്ക് ഞാൻ ഈ കുഞ്ഞിനെ കാണാറുണ്ട്. അപ്പോൾ വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ ഒരു കുഴിയെല്ലാം എടുത്തിട്ട് അവിടെ ഇട്ട് മൂടി. അതിന് ശേഷം ഞാൻ തിരിച്ചു പോന്നപ്പം നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഈച്ചയും ഉറുമ്പൊക്കെ അറുത്ത് അത് ഇങ്ങനെ നേരത്തോട് നേരം വരെ അവിടെ കിടക്കുന്നില്ല, എത്രയോ ഭേദമാണ്. കുഞ്ഞ് അടുത്തുനിന്ന് മാറാതെ നിൽക്കുമായിരുന്നു അവൾ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ അതാ നമ്മുടെ രാജപാളയം ഡോഗ് കേട്ടോ. അവനത് കൂർക്കം വലിച്ചുറങ്ങണം ഈ ബസ് സ്റ്റോപ്പിൽ കിടന്ന്. അപ്പോൾ എത്ര വിളിച്ചാലും അവൻ എനിക്കുന്നില്ല. ഒന്നാമത് ചെവി കേട്ടൂടാ. ഒരു കല്ലെടുത്ത് ഞാൻ അവൻ്റെ മേത്തൊന്ന് തട്ടിയിട്ടാണ്. ഞാൻ അടുത്തുനിന്ന് ഒത്തിരി വിളിച്ചു. കല്ലെടുത്ത് പറഞ്ഞപ്പോഴാണ് ചാടി എണീറ്റത്. അത് എണീറ്റ് വേഗം റോട്ടിലേക്കാണ് കേട്ടോ പോണത്. എന്നോടുള്ള ദേഷ്യം കൊണ്ടും പെട്ടെന്ന് തന്നെ റോട്ടിലേക്ക് വന്നു. പിന്നെ നല്ല സുന്ദരനായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇവന് മരുന്നൊക്കെ കൊടുത്തായിരുന്നു. അവസാനം കൊടുത്തത് സിംബാരിക്ക മെഡിസിനാണ്. പിന്നെ ഇടയ്ക്കാണ് ഇപ്പോൾ ഞാൻ കാണാറുള്ളത് അവനെ. ഇപ്പോൾ അവൻ പല സ്ഥലത്ത് മാറിയാണ് കിടക്കുന്നത്. പിന്നെ കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടിയും പിന്നെ കേൾവിക്കുറവ് ഇപ്പോഴും ഉണ്ട് അവന്. പാവം ഒത്തിരി പ്രായമായപ്പോൾ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. പിന്നെ ഇവനെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഈ കുഞ്ഞിന് സ്കിൻ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ സ്നാക്സും പിന്നെ ഇവന് ചെളിയിലൊക്കെയാണ് കിടക്കുന്നത്. അവിടെ കുഴി കുത്തിയിട്ടൊക്കെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം നല്ലതിൽ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശോശുമോളുടെ അടുത്താണ് വന്നത്. ശോശുമോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു പരിഭ്രാന്തിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അപ്പം ഞാൻ അവലാണ് കൊടുത്തത്. അവൽ എടുത്തെങ്കിലും ഞാൻ ഈ മരുന്നൊക്കെ ഉള്ള മേത്ത് ചൊറിയാതിരിക്കാനൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഉള്ള ഒരു വല്ലാത്തൊരു ഇത് കാണിക്കുന്നു. അടുത്തേക്ക് വരും പിന്നെ അങ്ങോട്ട് പോകും. എന്തോ ഒരു ടെൻഷനുള്ള പോലെയാണ് അവളുടെ ഒരു പെരുമാറ്റം. അപ്പോൾ ഞാനായിട്ട് അകലേക്ക് മാറി നിന്നതിന് ശേഷമുണ്ട് അവൾ കഴിക്കുന്നത്. എന്തോ ഒരു വല്ലാത്തൊരു ഇത് അവൾക്ക് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ അതിനുശേഷം നമ്മളുടെ ഡാഷ് കുഞ്ഞിൻ്റെ നാടൻ കുഞ്ഞിൻ്റെ അടുത്തേക്കാണ് വന്നത്. അപ്പോൾ ആദ്യം നാടൻ കുഞ്ഞിനെ കണ്ടില്ല. അപ്പോൾ ഈ ഡാഷ് കുഞ്ഞിനെ അവനിങ്ങനെ ഒച്ചയായിട്ട് കുറച്ച് വിളിച്ചപ്പോൾ അവൻ എവിടെ നിന്നൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ചു കുഞ്ഞുങ്ങളെ എന്തിനാ പിരിക്കണമെന്ന്. ഇത് അവൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അവർക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അവൻ ഓടി വന്നപ്പോൾ അവൻ വന്ന് നോക്കിയതാണ് കേട്ടോ. പുതിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ട്. ഡാഷ് കുഞ്ഞൻ വന്നു. ഇവർക്ക് രണ്ടുപേർക്കും പുതിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാടൻ കുഞ്ഞ്. ഇവനിടയ്ക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പം അതല്ലടാ എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയും അവൻ്റെ സംശയമൊക്കെ മാറ്റി കൊടുക്കുന്നത് ഇവനാണ്. ഡാഷ് കുഞ്ഞിന് ഇതിന് സംശയമാണ് കേട്ടോ. അപ്പം എന്ത് കണ്ടാലും കേട്ടാലും വേഗം കുരയ്ക്കും. അപ്പോൾ നാടൻ കുഞ്ഞ് അത് സമ്മതിക്കാറില്ല. അത് അവൻ പെട്ടെന്ന് ഇവനെ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ അവൻ്റെ മേത്ത് ഇങ്ങനെ കൈകൊണ്ട് തൊടുന്നതൊക്കെ കാണാം. നല്ലൊരു സ്നേഹവും ഇണക്കമുള്ള കുഞ്ഞുങ്ങൾ. ഒരിക്കലും എല്ലാവരും ഒന്നിച്ച് വളർത്തിയതായിരിക്കാം. പിന്നെ രണ്ടുപേരുടെയും വ്യത്യസ്തമായ ഇഷ്ടങ്ങളുണ്ട്. ഡാഷ് കുഞ്ഞിന് ഇഷ്ടമുള്ളതൊന്നും നടന് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ വെച്ചാൽ ചോറ് വളരെ കുറച്ച് മതി. പിന്നെ ഡോഗ് ഫുഡിനോടാണ് താല്പര്യം. പിന്നെ അവൽ നനച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാഷ് കുഞ്ഞിന്. നാടൻ കുഞ്ഞിന് ചോറാണ് ഇഷ്ടം, പക്ഷേ അളവ് ഇപ്പോൾ കുറച്ച് കഴിക്കുന്നുള്ളൂ. അങ്ങനെ രണ്ടുപേരും ഇപ്പം ഇന്ന് ഞാൻ അവലും പാലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതൊന്നും പാലൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഡാഷ് കുഞ്ഞിന്. അവനതെല്ലാം നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് ശീലിച്ചൊരു കുഞ്ഞാണ്. പിന്നെ പലരും പറഞ്ഞു അവനെ പിരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റോഡ് സൈഡാണ്. പിന്നെ പല കൂട്ടുകെട്ടൊക്കെ വന്ന് നമ്മുടെ ഡാഷ് കുഞ്ഞിന് ഒരുപാട് ദൂരേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ എലിമോൾക്ക് കിട്ടിയ പോലെ നല്ലൊരു വീട് കിട്ടണമെങ്കിൽ മാത്രം നമ്മൾ ഈ കുഞ്ഞിനെ കൈമാറുന്നുള്ളൂ കേട്ടോ. അതുവരെ അവൻ ഇവിടെ നിൽക്കട്ടെ. പിന്നീട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അസുഖ കാര്യങ്ങളോ വന്നാൽ ഇവരെ കണ്ടെത്താൻ പാടാണ്. ഇപ്പം പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോവും. ഞാൻ പല സ്ഥലത്തും പോയിട്ട് ഒച്ചയെടുത്ത് വിളിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഇതുണ്ട്. എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ടാൽ ഡാഷ് കുഞ്ഞിന് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ശുശ്രൂഷിക്കാനും പരിചരിക്കാനും അത് നിൽക്കുന്ന പല സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു വീട് കിട്ടിയാൽ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അവന് അഴിച്ചിട്ട് വളർന്നതാണ് അവൻ. സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ നമ്മുടെ അപ്പുമോനെ കുറേ ദിവസം എല്ലാവരും അന്വേഷിക്കുന്നു. ഞാൻ മിക്ക ദിവസം അന്വേഷിച്ച് പോകുന്നുണ്ട്. കൂടുതലും അവൻ 5 മണി സമയമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ഇപ്പം ഒന്ന് പോയിട്ട് കണ്ടില്ല. പിന്നെ ഇവിടെ അരികിലൊക്കെ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ വന്ന് അവനവിടേക്ക് വരാറുണ്ട്. 4-5 മണിക്ക് ശേഷം ഉണ്ടാവും വരാറ്. പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഡോറക്കുട്ടിയെ കണ്ടു. ഡോറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വന്ധീകരിച്ച കുഞ്ഞാണ്. കഴുത്തിലൊരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഞാനിതുപോലെ അപ്പുമോന് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന വഴിയിലാണ് ഇവളിങ്ങനെ ഓരോ
വറ്റും പിറക്കി റോട്ടിലൂടെ ഇങ്ങനെ നക്കി നടക്കുന്നത് കണ്ടത്. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊന്നും പാലൂട്ടാനുള്ള ആരോഗ്യവും ഇതൊന്നും ഒക്കെ ഉണ്ടായില്ല. അവൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇവൾ അവിടെ നിന്ന് പോകില്ല എന്നും പറഞ്ഞിട്ട് ആരും അവൾക്ക് ആഹാരം വെള്ളമൊന്നും കൊടുത്തിരുന്നില്ല കേട്ടോ. എല്ലാം തെളിഞ്ഞ് കാണാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവളെ രക്ഷിച്ചത്, വന്ധീകരിച്ചത്. അതിനുശേഷം അവൾക്ക് അവിടെ ഒരു വീടൊക്കെ കിട്ടി. തിരിച്ച് വരുന്ന വഴിയുണ്ട് ഈ കുഞ്ഞിനെ ഇവിടെ ആരോ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇവനെന്താ വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഇപ്പം മിക്കപ്പോഴും ഞാൻ അവന് ആഹാരം കൊടുക്കുന്നുണ്ട് ആശാന്. പക്ഷേ ഞാൻ ഭക്ഷണം കൊടുത്ത് മാറി നിന്ന് കഴിയുമ്പോൾ മാത്രമേ അവൻ അടുത്തേക്ക് വന്ന് ആഹാരം കഴിക്കുന്നുള്ളൂ. ചിലപ്പം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലുമൊക്കെ ഏറും തല്ലും കിട്ടിയതുകൊണ്ടായിരിക്കാം. മിക്കപ്പോഴും ഇപ്പം ഞാൻ അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ മാലു, കറുത്ത സുന്ദരി, സ്കിൻ പ്രോബ്ലം വന്ന് മാറിയ കുഞ്ഞാണ് കേട്ടോ. നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു കണ്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാം എന്താ പറയുക, എല്ലാം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ഇനി പ്രസവിച്ചാലൊക്കെ ഒരിടം പോലും ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവളുടെ ആദ്യകാലങ്ങളിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അത് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഞാൻ മരുന്നും ആഹാരം നല്ലപോലെ എത്തിച്ച് അവൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷമാണ് ഇത്രയും ഒരു സ്റ്റേജിലേക്ക് അവൾ വന്നത്. കൂടുതലും പ്രധാനമായിട്ട് ഇവളെ ഒരു കൂട്ടത്തിൽ കൂട്ടാത്തത് എങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അവളും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോകുമായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലും പ്രത്യേകമായിട്ട്. അപ്പോൾ അവളിങ്ങനെ ഒഴിഞ്ഞൊരു മൂലയ്ക്ക് മാറി നടക്കുമായിരുന്നു. അങ്ങനെയാണ്. പിന്നീട് ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ആക്റ്റീവായിട്ടോ. ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെയാണ്. അവരെക്കാളും ആക്റ്റീവാണ് എല്ലായിടത്തും. അവൾ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളിലൊക്കെ 2 പേരെ നമുക്ക് വന്ധീകരിക്കണം. കണ്ടോ, ഏറ്റവും മുമ്പൊക്കെ ഇരുന്ന പോലെ ഉണ്ട്. വയറെല്ലാം തെളിഞ്ഞ് കാണുന്ന ഒരവസ്ഥയാണ് കേട്ടോ അവളുടെ. അതിന് ശേഷം റിക്കവറായിട്ടൊക്കെ വന്നിട്ടുള്ള ഇതൊക്കെയാണ് ഇവൾ. പാവമാണ്, ഭയങ്കര സ്നേഹമുള്ളൊരു കുഞ്ഞാണ്. നമ്മളൊരു മരുന്ന് കൊടുത്തതുകൊണ്ട് ആണ് ആ കുഞ്ഞിനൊരു ഇതുണ്ടായത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം എന്ത് കൊടുത്താലും ഈ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ചും ഭയങ്കര നന്ദിയാണ്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ആഹാരം കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ മാത്രമായിരിക്കുമല്ലോ അവരെ തേടി വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അപ്പോൾ മിക്കപ്പോഴും ഞാൻ ചോറ കൊടുക്കാറ്. ചോറിൻ്റെ കൂടെ എന്ത് ചേർത്ത് കൊടുത്താലും കുഞ്ഞുങ്ങൾ കഴിക്കും കേട്ടോ. ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ വറ്റും അവസാനം അവരിങ്ങനെ നക്കി തുടച്ച് നിൽക്കുന്ന കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും. നമ്മൾ കൊണ്ടുവന്ന ആഹാരം അവർ ആസ്വദിച്ച് വിശപ്പ് മാർത്തിയോടുകൂടി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടവും സംതൃപ്തിയൊക്കെ തോന്നും. ഇത് കൂട്ടത്തിലുണ്ടായിരുന്ന തോമയുണ്ട്. തോമയ്ക്ക് ഭയങ്കര ഉത്സാഹക്കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താണെന്നറിയാണെങ്കിൽ ഞാൻ വിരയുടെ മരുന്നൊക്കെ കൊടുത്ത് അപ്പം മിടുക്കനായിട്ടോ. അങ്ങനെയാണ് കൂട്ടത്തിൽ സീനിയർ. നല്ല മിടുക്കനായി നല്ല വണ്ണമൊക്കെ വെച്ചു. കൂടുതൽ പേർക്കും ഈ വിരയുടെ പ്രോബ്ലം കൊണ്ടും സ്കിൻ പ്രോബ്ലം വരാം. കുറേ പേര് ഈ കുഞ്ഞിൻ്റെ മരുന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ മരുന്ന് നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്ന ഒന്നല്ല കേട്ടോ. നമ്മളൊരു വീഡിയോ അയച്ചു കൊടുത്തൊരു ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക. പ്രത്യേകിച്ചും വെയിറ്റ് നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലത്തിനുള്ള മരുന്ന് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പലരും എന്നോട് മരുന്ന് ചോദിച്ചായിരുന്നു. ഞാൻ സിംബാരിക്ക എന്നുള്ളൊരു മരുന്നാണ് കൊടുത്തത്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷേ എല്ലാ ഡോഗുകൾക്കും അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ. പിന്നെ നമ്മളുടെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ച് എല്ലാവരും ചോദിച്ചു. അവർ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ അമ്മപ്പൂച്ച പാവം, അവൾ മരിച്ചു പോയെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം ഞാൻ സേഫാക്കിയിരുന്നു. അവസാനം അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് അവൾ മരിച്ചത്. അപ്പം അവൾക്കൊരു ഇതുണ്ടായിരിക്കാം, ഞാൻ അവൾ കുഞ്ഞുങ്ങളെയും അതുപോലെ ഭക്ഷണം കൊടുക്കുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നുള്ളൊരു സമാധാനത്തോടു കൂടിയാണ് അവൾ മരിച്ചത്. കുറേ പേര് ചോദിച്ചായിരുന്നു. 3 പേർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വീക്ക് 3 പേരിൽ ഒരാൾക്കാണ് കുറച്ചും കൂടി വീക്കായിട്ട് കാണുന്നത്. ബാക്കി 2 പേരും കുറച്ചും കൂടി ഹെൽത്തിയാണ് കേട്ടോ. ഒരാൾ ഇത്തിരി എന്തോ കൊഞ്ചിപ്പുള്ളിയാണെന്ന് തോന്നുന്നു അമ്മയുടെ. അവന് ഭയങ്കര ഒരു ഇത് കാണുന്നുണ്ട്. ഇവൻ ഇച്ചിരി വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വെള്ളവും ആഹാരമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. കഷ്ടിച്ച് 1 മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല ഒരു അമ്മ മരിക്കുമ്പോൾ. പിന്നെ ചോറും അതിൻ്റെ കൂടെ അടച്ച് ചേർത്തിട്ടുള്ള ഗ്രേവിയും ചേർത്തിട്ടാണ് നമ്മൾ അവർക്ക് ഫീഡ് ചെയ്തിരുന്നത്. പാല് ഞാൻ കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിന് ഇത്തിരി ക്ഷീണം കാണിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുന്നു. എപ്പോഴും ഓടിക്കളിയും ചാട്ടവും ആക്റ്റീവാണ് ഈ കുഞ്ഞുങ്ങൾ. നമ്മുടെ പരിസരത്തൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മളിത്തിരി ചോറ് വെളിച്ചെണ്ണ ചേർത്തിട്ട് കൊടുക്കാൻ നോക്കാം. അങ്ങനെ, കാരണം അവരും മിണ്ടാപ്രാണികളാണ്. അവർക്കും വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക.